2026 ഏപ്രിൽ, അതായത് വിഷുവിൻ്റെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു വത്സരക്കാലം അഭീഷ്ടകാര്യസിദ്ധി, ദൈവകാരുണ്യം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും, അനുകൂലമായൊരവസ്ഥ ഇതൊക്കെ വന്നു ചേരാൻ ഇടയുണ്ടാക്കും. മകീരം, തിരുവാതിര, പുറം നക്ഷത്രക്കാർക്ക് ഈ വർഷം അല്പതുല്യ ജനങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ, അരിഷ്ടത, മാനഹാനി. അപ്പോൾ അവർ കുറച്ച് ഈശ്വരവചനമൊക്കെ ചെയ്തിട്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാർക്ക് കാര്യലാഭങ്ങളും വസ്ത്രഗുണങ്ങൾ, അലങ്കാര ഗുണങ്ങൾ, ഗൃഹലാഭങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും ചെയ്യാനൊക്കെയുള്ള അനുകൂലാവസ്ഥ ഇതൊക്കെ, അതുപോലെ സ്ഥാനക്കയറ്റങ്ങൾ, ജോലിയിലെ പ്രമോഷൻ, സ്ഥാനഗുണങ്ങളൊക്കെ വന്നു ചേരുന്ന അവസ്ഥ, ബഹുമാനങ്ങൾ, അംഗീകാരം, പ്രശസ്തി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് പറയേണ്ടത്. ചിത്ര, ജ്യോതി, വിശാഖക്കാർ കുറച്ച് ശ്രദ്ധിക്കണം. ആരോഗ്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ആയുധഭയങ്ങൾ, അതുപോലെ തന്നെ വിഷഭയം, അഗ്നിഭയം, മൃഗാദികളിൽ നിന്നുണ്ടാക്കുന്ന ഭയങ്ങൾ, രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ലോണം ആദ്യം മുതലേ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ അറിഞ്ഞു നീങ്ങിയാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ നക്ഷത്രക്കാർ നന്നായിരിക്കും. അനിഴം, തൃക്കേട്ടക, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർക്ക് രാജകീയമായ കർമ്മഗുണങ്ങളൊക്കെ അനുഭവിക്കാനും, രാജകീയമായ ബഹുമതികൾ വന്നു ചേരാനും, ബഹുമാനങ്ങൾ ഉണ്ടാവാനും, കാര്യഫലങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെയുള്ള ഒരു നല്ല ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പറയുന്നത്. അവിട്ടം, ചതയം, പൂരട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ദേഹാരോഗ്യാദി കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ലോണം വിദ്യാഭ്യാസത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണം. അവശതകളൊക്കെ കാണിക്കും. അതുപോലെ ധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ധനനാശങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ ഒക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വേണ്ട പോലെ ഭജിച്ച് ഈശ്വരാധീനത്തോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കേണ്ടതാണ്. ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് അഭീഷ്ടകാര്യസിദ്ധിയൊക്കെ വരും. ദൈവകാരുണ്യങ്ങളെ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നു നീക്കാനൊക്കെ ഒരു വഴിയും, ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ വഴികളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഓരോരാൾക്കും ഓരോ നക്ഷത്രത്തിനനുസരിച്ചിട്ടുള്ളതായ വരവ് ചെലവുകളൊക്കെ ഉണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് 5 വരവും 2 ചെലവുമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 8 വരവും 14 ചെലവുമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവുമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് 14 വരവും 8 ചെലവുമാണ്. മകീരം നക്ഷത്രക്കാർക്ക് 2 വരവും 5 ചെലവുമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 5 വരവും 2 ചെലവുമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് 8 വരവും 14 ചെലവുമാണ്. പൂയം നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവുമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് 14 വരവും 8 ചെലവുമാണ്. മകം നക്ഷത്രക്കാർക്ക് 2 വരവും 5 ചെലവുമാണ്. പൂരം നക്ഷത്രക്കാർക്ക് 5 വരവും 2 ചെലവുമാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് 8 വരവും 14 ചെലവുമാണ്. അത്തം നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് 14 വരവും 8 ചെലവുമാണ്. ചോതി നക്ഷത്രക്കാർക്ക് 2 വരവും 5 ചെലവുമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് 5 വരവും 2 ചെലവുമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് 8 വരവും 14 ചെലവുമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവുമാണ്. മൂല നക്ഷത്രക്കാർക്ക് 14 വരവും 8 ചെലവുമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് 2 വരവും 5 ചെലവുമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് 5 വരവും 2 ചെലവുമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് 8 വരവും 14 ചെലവുമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവുമാണ്. ചതയ നക്ഷത്രക്കാർക്ക് 8 വരവും 8 ചെലവുമാണ്. പൂരട്ടായ നക്ഷത്രക്കാർക്ക് 11 വരവും 11 ചെലവുമാണ്. ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് 14 വരവും 8 ചെലവുമാണ്. രേവതി നക്ഷത്രക്കാർക്ക് 2 വരവും 5 ചെലവുമാണ്. അപ്പോൾ ചെലവൊക്കെ കൂടുതലായിട്ട് കാണുന്നത്, അതായത് അധ്വാനിക്കുന്നവർക്കും സാമ്പത്തികമായിട്ട് ഗുണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കാണ് ഈ ഫലം. അപ്പോൾ അങ്ങനെയുള്ളവർ ചെലവ് കൂടുമ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ അനിഷ്ടത പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ വർഷം കുറച്ച് കൂടുതൽ ജാഗരൂകമായിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ദേവബ്രാഹ്മണ വന്ദല ഗുരുജന, അപ്പോൾ വേണ്ട പോലെ ഈശ്വര പ്രാർത്ഥനയോട് നീങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളതായ ഒരു വഴി ഉണ്ടാകും. നമസ്തേ.